ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും. നമുക്കറിയാം, ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. ഒരപകടവും മുന്നമേ പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. അത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഞൊടിയിടയ്ക്കുള്ളിൽ വരുന്ന സംഭവമാണ്. അത് ആകാശ ദുരന്തമായിക്കോട്ടെ, കരയിലും കടലിലുമുള്ള ദുരന്തമായിക്കോട്ടെ, ഈ ദുരന്തങ്ങളിലൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വരുന്നതാണ്. അതിൽ അനേകായിരങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോകും. എന്നാലും ചില അപകടങ്ങളിലൊക്കെ തലനാര ഇഴയ്ക്ക് നമ്മൾ രക്ഷപ്പെടുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത്ഭുതകരമായുള്ള രക്ഷപ്പെടൽ. അങ്ങനെയുള്ള ഒരു രക്ഷപ്പെടലാണ് ഈ കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെട്ടു. 242 ആൾക്കാരുമായിട്ട് പറന്നുയരാൻ ശ്രമിച്ചൊരു വിമാനം പെട്ടെന്ന് 30 സെക്കൻഡിനുള്ളിൽ കത്തിച്ചാമ്പലായി. അതിൽ 241 പേരും കത്തിച്ചാമ്പലാകുമ്പോൾ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. ആ വിമാനത്തിൽ 11 സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ രമേശ് എന്ന ഒരാൾ, അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ടായിരുന്നു. ബാക്കി ആ സഹോദരനോടൊപ്പം 241 പേരും അവരുടെയും ജീവൻ പൊലിഞ്ഞുപോയി. അപ്പോഴാണ് ഇദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ ഒരു രക്ഷപ്പെടൽ നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ പറയും, ദൈവം രക്ഷിച്ചു, ഒരു 2ാം ജന്മം ആയുസ് നീട്ടിക്കൊടുത്തു, അദ്ദേഹം ഭാഗ്യവാനാണ്, അദ്ദേഹം നല്ലവനാണ് എന്നൊക്കെ നമ്മൾ പറയും. ദൈവം നല്ലവനാണെന്നും പറയും. എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു മറുഭാഗം, ഒരു ചോദ്യം വരും. അല്ലെങ്കിൽ ഈ ദൈവത്തെ വിശ്വാസമുള്ളവരും ദൈവനിഷേധികളൊക്കെ വേണം ഇങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരാളെ മാത്രം രക്ഷിച്ച ദൈവം ബാക്കി 241 പേരെയും ശിക്ഷിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഈ ഭാഗ്യവാനെന്ന ഈ വിശ്വാസ് കുമാറിനെ നമ്മൾ പറയുമ്പോൾ മറ്റ് 241 പേരും നിർഭാഗ്യവാന്മാരായിരുന്നു, അവർ പാപികളായിരുന്നു. അല്ലെങ്കിൽ അവരെ കുരുതിക്ക് കൊടുക്കത്തക്കവണ്ണം ദൈവം ക്രൂരനായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരും. ഈ ചോദ്യങ്ങളൊക്കെ ഒരു സംഭവം ഉണ്ടാകും, സ്വാഭാവികമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ലോകത്ത് ബഹുജനം പല അഭിപ്രായങ്ങൾ വരും. അപ്പം നമ്മൾ ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ, ദൈവപതിൽ എന്ന നിലയിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ ഒന്നാമതേ കാര്യം ദൈവത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാം. 46-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ആ ദൈവത്തിൻ്റെ വഴിയും ചിന്തയും പ്രവർത്തനങ്ങളും ഒക്കെ മനുഷ്യ മനസ്സിന് കാണാൻ പറ്റാത്തതാണ്. മനുഷ്യൻ്റെ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ആലോചനകളെയും ഒന്നും അളക്കുവാൻ പറ്റുന്നതല്ല. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് ദൈവഹിതമാണെന്ന് നമുക്ക് പ്രത്യാശിക്കാം. രണ്ടാമത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ സുനിശ്ചിതമായിട്ടുള്ളത് മരണം മാത്രമാണ്. എന്നാൽ അവിടെ തന്നെ ഒരു അനിശ്ചിതത്വമുള്ളത്, അത് എപ്പോൾ സംഭവിക്കും, എവിടെ വെച്ച് സംഭവിക്കും എന്നുള്ളതാണ്. മരണം സുനിശ്ചിതമാണ്. അപ്പം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ അതിനൊരു കാരണം വേണം. അത് ദുരന്തമാകാം, അപകടമാകാം, രോഗമാകാം, മറ്റാരെങ്കിലും നമ്മളെ കൊല്ലുന്നത്, എങ്ങനെയായാലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. ആ മാറ്റപ്പെടുന്നതിന് ഒരു കാരണം വേണം, ഒരു ഹേതു വേണം. അതായിരിക്കാം ഈ ദുരന്തങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ ദുരന്തങ്ങളിലൊക്കെ അപ്പം നമ്മൾ പ്രത്യാശയോടെ ഇരിക്കണം. മരണം നമ്മുടെ ജീവിതത്തിലുണ്ട്, അടുത്ത നിമിഷവും നമ്മൾ മരിക്കാം. എന്നാൽ ഭയപ്പെടേണ്ട ഒന്നല്ല ഈ മരണം എന്നുകൂടെ ഓർക്കണം. നമ്മൾ ഈ മരണത്തെ ഒരു ഡെഡ് എൻഡല്ല, ഒരു അവസാന എൻഡല്ല. എന്നാൽ അവിടെ നിന്നൊരു ജീവിതമുണ്ടെന്നൊരു ബോധ്യത്തോടെ ജീവിക്കണം. നമ്മളിൽ നിന്ന് മുമ്പേ വാങ്ങിപ്പോയവരോട് ജീവിക്കുവാൻ, നമ്മുടെ വിശുദ്ധന്മാരോട് ജീവിക്കാം, ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാം എന്നുള്ള പ്രത്യാശയോടെയാണ് പോകേണ്ടത്. അപ്പോൾ മരണത്തെ ഭയപ്പെടേണ്ട ഒന്നല്ല എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കണം. രണ്ടാമത്, എന്തുകൊണ്ടാണ് മരണം നമ്മൾ മുന്നമേ നമ്മെ അറിയിക്കാത്തത്? ഈ അപകടം പോലെ മരണം നമ്മളോട്, ഞാൻ ഇന്ന ദിവസം ഈ 17-ാം തീയതി, നാളെ 17-ാം തീയതി, ജൂലൈ മാസം 17-ാം തീയതി ഞാൻ മരിക്കുമെന്ന് എന്നോട് മുന്നമേ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഈ പുസ്തകം അടച്ചു പിടിച്ച് ഒരു വീഡിയോ ചെയ്യത്തില്ല, കിടന്നുറങ്ങും, എന്തായാലും ഞാൻ മരിക്കാൻ പോവുകയല്ലേ, നിഷ്ക്രിയനായി പോകും. അല്ലെങ്കിൽ ആ മരിച്ച ആ പുല്ലാട് സ്വദേശിനി അവർക്ക് അറിയാമായിരുന്നിരിക്കട്ടെ ഇന്ന ദിവസം അവർ മരിക്കുമെന്നറിഞ്ഞായിരുന്നെങ്കിൽ ആ വിമാനത്തെ കയറത്തില്ല. അപ്പം മുന്നമേ പറയാതെ വരുന്ന, കാരണം ഈ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പ് തന്നെ ഇതായി പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇന്ന ദിവസം ഞാൻ മരിക്കും, സുഖിച്ച് കഴിഞ്ഞേക്കാമെന്ന് കരുതി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി ഇങ്ങനെ സുഖിച്ച് നടക്കുന്നവരെ പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ സ്തംഭനത്തിലായി പോകും. അതുകൊണ്ടായിരിക്കും ഇതൊന്നും പറയാൻ പറ്റുക. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ട ഒന്നുമല്ല, അവസാന നിമിഷം വരെയും നമ്മൾ പ്രത്യാശയോടെ നമ്മെ ഏൽപ്പിച്ച വേലകൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസനായിരിക്കുക. നമ്മെ ഈ ലോകത്തിൽ നമുക്ക് ഒരു നിയോഗമുണ്ട്. ആ നിയോഗം വിശ്വസ്തയോടെ പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്, ഈ മരണത്തിന് അപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്നൊരു ചിന്ത നമ്മെ ഭരിക്കണം. അതുപോലെ തന്നെ ഈ സംഭവത്തിൽ അതും ദൈവഹിതമെന്ന് കരുതണം. ഈ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടാൽ അവനെക്കൊണ്ട് ഈ ലോകത്തിൽ കുറച്ചുകൂടി ദൈവത്തിന് ഉപയോഗിക്കണം, ദൈവം അവനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അവളെ ഉപയോഗിക്കണം എന്നൊരു ഇത് കാണുമായിരിക്കും. അല്ലെങ്കിൽ ഈ മറ്റ് 245 മരിച്ചപ്പോൾ ദൈവസന്നിധിയിൽ അവരെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. അവരുടെ ആ ദൈവം മുന്നേ വിളിച്ചു, അവിടെ ആ ദൈവസന്നിധിയിൽ എപ്പോഴും സ്തുതിക്കുവാൻ തക്കവണ്ണം അവരെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ അവരെ വിളിച്ചു എന്നൊരു പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ഇതപ്പം മരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനെയും നമുക്ക് പ്രത്യാശിക്കാം. മൂന്നാമത്, ഏറ്റവും അവസാനമെന്ന് പറയുന്നത്, ഏത് ദുരന്തമുണ്ടായാലും ശരി, ഏത് പ്രയാസം ഉണ്ടായാലും കഷ്ടപ്പാടുകൾ ഉണ്ടായാലും ശരി, അവിടെ ഒരു രക്ഷപ്പെടൽ നിനക്ക് സാധ്യമാണ് എന്നൊരു പ്രത്യാശയാണ്. നിൻ്റെ വശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും വീണാലും നിനക്കൊന്നും പറ്റത്തില്ല എന്നൊരു വാഗ്ദാനമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു പ്രത്യാശ, ഒരു വാതിൽ നിനക്ക് തുറന്നു കിടപ്പുണ്ട്. അത് ക്രിസ്തു എന്ന വാതിലാണ്. ഇവിടെ ഇതാ ഈ രമേഷ് കുമാർ, ഈ വിശ്വാസ് കുമാർ രമേശ് എന്ന ആൾ, അയാൾ തന്നെ അറിയുന്നൊരു വാതിൽ, ആ വാതിലിലൂടെ അദ്ദേഹം രക്ഷപ്പെടുകയാണ്. അത് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം ക്രിസ്തു എന്ന വാതിലാണ്. ആ വാതിലൂടെ അകത്ത് വരുന്നവൻ രക്ഷപ്പെടും എന്ന് കർത്താവ് തന്നെ അതും പറയാം. ക്രിസ്തു എന്ന ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ലോകത്തിൽ ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം, പേമാരി ഉണ്ടാകാം, കൊടുങ്കാറ്റുണ്ടാകാം, ഭൂകമ്പം ഉണ്ടാകാം. അവിടെയൊക്കെയും നിനക്ക് ഒരു രക്ഷപ്പെടലിൻ്റെ സാധ്യതയുണ്ട്. ആ ഒരു പ്രത്യാശയാണ് ഇവിടെ കാണുന്നത്. ഈ വിശ്വാസ് കുമാറിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു രക്ഷപ്പെടൽ ഉണ്ടാകുമ്പോൾ ഇനിയുള്ള ജീവിതം ദൈവത്തിന് വേണ്ടിയാണ്, ദൈവം തന്ന ജീവിതമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവ നിയോഗപ്രകാരം കുറച്ചുകൂടി നല്ലതും എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതൊരു ദൈവമഹത്വത്തിനായിട്ട്, ഇതാ ദൈവം തന്ന ജീവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവമഹത്വത്തിനായിട്ട് നമുക്ക് തീരുവാൻ നമുക്ക് ദൈവമഹത്വത്തിനായി ജീവിക്കുവാൻ കഴിയണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെയും കഴിയാനും സാധിക്കും. നമ്മൾ നോക്കിയാൽ എത്രയോ പ്രാവശ്യം നോട്ട് ബുക്ക് എഴുതിയാൽ ഇതുപോലെയുള്ള രക്ഷപ്പെടലിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആരുടെയും മിടുക്കോ നമ്മുടെ നീതിമാനൊന്നും ആയതുകൊണ്ടല്ല. എത്രയോ മരണകരമായ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേപോലെയുള്ള രക്ഷപ്പെടലാണ്. ആ രക്ഷപ്പെടൽ നമ്മെ ഓർമ്മപ്പെടുന്നത് അത് ദൈവമഹത്വത്തിനായിട്ടായിരിക്കണം, ദൈവീയ വേലയ്ക്കായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിരിക്കണം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഒരു രക്ഷപ്പെടലുണ്ട്. അത് വാതിലിലൂടെയാണ്. അത് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അതിന് ആ ഒരു രക്ഷപ്പെടലിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.